ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോ ആൻഡ് ജോസ് വേൾഡ്. ഇന്ന് വീണ്ടും ഒരു ട്രാവൽ വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ കാലത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു കാനഡയിൽ ട്രെയിനിൽ കയറി എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോകണം എന്നുള്ളത്. അപ്പം ഞാൻ നോക്കുമ്പോഴേക്കും അതിന് 5,000 6,000 പെർ പേഴ്സൺ ആയിരുന്നു ടിക്കറ്റ് റേറ്റൊക്കെ. അപ്പം അത് നമുക്ക് അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ഈ ട്രിപ്പിനെ കുറിച്ച് പറയുന്നത്. ഇത് നമ്മൾ പോകുന്നത് ജാസ്പറിൽ നിന്ന് ഡങ്സ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് ഒന്നുകിൽ ജാസ്പർ ടു ഡങ്സ്റ്റർ പോകാം, അല്ലെങ്കിൽ മാക്ബ്രൈഡ് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കും ഇതുപോലെ തന്നെ ഒരു ട്രിപ്പുണ്ട്. ജാസ്പറിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. അപ്പം ഇത് ആഴ്ചയിൽ എല്ലാ ദിവസങ്ങളിലും ഇല്ല, ആഴ്ചയിൽ ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ. അപ്പം മക്ബ്രൈഡ് ആണെങ്കിൽ മൺഡേ ആൻഡ് തേഴ്സ്ഡേ മാത്രമേ ഉള്ളൂ. ഡങ്സ്റ്റർ ആണെന്നുണ്ടെങ്കിൽ സൺഡേ ആൻഡ് ഫ്രൈഡേ ആണ്. അപ്പം നിങ്ങൾ ജാസ്പറിലൊരു ടൂറ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ട്രെയിൻ ബുക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് BCയിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ വളരെ ചീപ്പാണ് ടിക്കറ്റൊക്കെ. പക്ഷെ നമ്മൾ ഈ സൺഡോഗ് എന്ന് പറയുന്ന ടൂറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഡങ്സ്റ്ററിൽ ചെല്ലുമ്പോൾ അവർ നമ്മളെ പിക്ക് ചെയ്തിട്ട് നമ്മളെ വീണ്ടും ജാസ്പറിൽ കൊണ്ടുവന്ന് വിടും. അത് നമ്മൾ തിരിച്ചു പോരുന്നത് ഒരു ബസ്സിനായിരിക്കും. അപ്പോൾ അങ്ങോട്ട് നമുക്ക് ട്രെയിനിന് പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് അവർ പിക്ക് ചെയ്ത് ബസ്സിനായിരിക്കും കൊണ്ടുവരുന്നത്. 2-3 സ്ഥലത്ത് നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും. ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ വാഷ്റൂം എല്ലാം യൂസ് ചെയ്യാം. അപ്പം മ്യൂസിയം, അതുപോലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ടനായിട്ടുള്ള നമ്മുടെ മൗണ്ട് റോബർട്ട്സൺ, ഇവിടെയൊക്കെ അവർ സ്റ്റോപ്പ് ചെയ്യും, നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെയാട്ടോ പോയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പം പിള്ളേരാണെങ്കിലും ട്രെയിൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കാരണം ഞങ്ങൾ പോയ സമയത്ത് ഒത്തിരി തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിള്ളേർക്ക് ഓടിക്കളിക്കാനും അവർക്ക് നമുക്ക് ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പം നമ്മൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷം ഒരു 12 മണിയൊക്കെ ആകുമ്പം നമ്മുടെ ഈ സ്റ്റേഷനിൽ ഫ്രീ പാർക്കിംഗ് കൊണ്ട് ഇച്ചിരി മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ നമുക്ക് സ്റ്റേഷനിൽ നമുക്ക് പേ ആൻഡ് പാർക്കുണ്ട്. അവിടെ പാർക്ക് ചെയ്യുവാണെങ്കിലും നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് കയറാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ട്രെയിൻ കൊണ്ടുവന്നിട്ട് നമുക്ക് കയറുന്ന സ്ഥലത്ത് അവർ നമുക്കൊരു സ്റ്റെപ്പ് സ്റ്റൂളൊക്കെ വെച്ച് തരും. അപ്പോൾ അത് നമ്മുടെ പേര് വിളിച്ച് ടിക്കറ്റ് നോക്കി നമ്മളിങ്ങനെ കയറ്റി വിടും. അപ്പോൾ 2 സ്ഥലങ്ങളിലിരിക്കാം. ഒന്നുകിൽ താഴെ ഇതുപോലെ കുറേ കംഫർട്ടബിൾ ആയിട്ടുള്ള ചെയർസ് ഉണ്ട്, അപ്പോൾ അവിടെ ഇരിക്കാം. അല്ലെങ്കിൽ വ്യൂ ഒക്കെ കണ്ടു പോകണമെങ്കിൽ നമുക്ക് ഇതുപോലെ മുന്നോട്ട് പോയിട്ട് സ്റ്റെപ്പ് കയറി ഇതിൻ്റെ മേളിൽ ഫുൾ ഗ്ലാസ് ആയിട്ടുള്ളൊരിതുണ്ട്. അവിടെ ഇരുന്നാൽ നമുക്ക് എല്ലാ വ്യൂ എല്ലാം കണ്ട് അടിച്ചു പൊളിച്ച് പോകാം. അല്ലെങ്കിൽ ഇവിടെയും നമുക്ക് ഇതുപോലെ വ്യൂ ഒക്കെ കാണാൻ പറ്റും. പക്ഷേ റൂഫിൽ ഗ്ലാസ് ഉള്ളൊരു ഇതിൻ്റെ മേളിലേക്ക് പോയാലുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് സ്റ്റെപ്പ് സ്റ്റൂളൊക്കെ വെച്ച് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്താണ് അവർ നമ്മൾ മേളിലേക്ക് ട്രെയിനിലേക്ക് കയറ്റുന്നത്. അത് കഴിഞ്ഞ് ഒരു നമ്മുടെ എവിടെ നിന്നാണോ പിക്ക് ചെയ്യുന്ന ആ സ്ഥലത്ത് നിന്ന് അവിടെ നമുക്ക് ഒരു ബസ് വന്ന് നിൽക്കും. നമ്മൾ ആ ബസ്സിൽ കയറിയാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ആ ഡ്രൈവർ ഒന്ന് നമ്മളോട് പരിചയപ്പെട്ട് നമ്മളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. നമ്മൾ ഡങ്സ്റ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് എവിടെയാണ് നിൽക്കേണ്ടത്, അയാളെപ്പോൾ പിക്ക് ചെയ്യാൻ വരും എന്നുള്ളതൊക്കെ. അപ്പം നമ്മൾ ഈ ട്രെയിൻ പോകുന്ന ഒപ്പം തന്നെ അയാളും അവിടുന്ന് ബസ്സിന് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് അവിടെ നമ്മൾ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുമ്പം ഒരു 50 to 70% അയാൾ അവിടെ കാണും. അല്ലെങ്കിൽ ചിലപ്പം ട്രാഫിക്കൊക്കെ ഉള്ള സമയമാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ ഇതെല്ലാം നമുക്ക് നേരത്തെ വന്ന് അയാൾ പറഞ്ഞു തരും. അപ്പം ഞങ്ങൾ ഇതുപോലെ റൂഫ് എല്ലാം ഫുൾ ഗ്ലാസ് ആയിട്ടുള്ള ഇതിലാണ് ഇരുന്നത്. നമുക്ക് എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഫുഡും സ്നാക്സ്, പിള്ളേരുടെ ടോയ്സ് എല്ലാം എടുക്കാവുന്നതാണ്. പിന്നെ വെള്ളവും അതുപോലെയുള്ള ജ്യൂസ് അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ബാഗ്സൊക്കെ കൊണ്ടുപോകാം. അപ്പം ഈ യാത്രയിൽ നമുക്ക് 2 സൈഡിലും ഭയങ്കര അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. നല്ല കനഡിയൻ റോക്കീസിലൂടെയാണ് പോകുന്നത്. അപ്പം ആ ഒരു മൗണ്ടനും ലേക്കും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് തിരക്കില്ലാത്തത് കൊണ്ട്
ശരിക്കും ഞങ്ങൾക്ക് നല്ല അടിച്ചു പൊളിക്കാൻ പറ്റി. പിന്നെ ഒത്തിരി പേരും കൂടുതൽ ആൾക്കാർ പോകുന്നത് അവിടെ അപ്പോയിൻമെൻറ്റ്സ്, അതുപോലെ തന്നെ BCക്ക് പോകേണ്ട ആൾക്കാർ, അങ്ങനെയുള്ളവരൊക്കെയാണ് കൂടുതലും ഈ ട്രെയിനിൽ കയറുന്നത്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇതുപോലെ ഈ ഒരു ട്രെയിൻ ട്രിപ്പ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി ഒരു 10-12 പേരോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സൈഡ് ഫുൾ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കൊച്ചുങ്ങൾ അവിടെ നിന്ന് കളിക്കും, അതുപോലെ തന്നെ അവർ ഈ കാഴ്ചകളെല്ലാം കണ്ടൊക്കെ പോന്നു. ഫുഡൊന്നും അവർ പ്രൊവൈഡ് ചെയ്യത്തില്ല. ലഞ്ച് അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും വെള്ളവും എല്ലാം നിങ്ങൾ കൊണ്ടുവരണം. പിന്നെ അകമൊക്കെ നല്ല അടിപൊളി ക്ലീനാണ്. പിന്നെ നമുക്ക് ബാത്റൂം ഫെസിലിറ്റി ഉണ്ട്, നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂം. അപ്പം പിന്നെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അവരെ വിളിക്കാം. അവരുടെ നമ്പറെല്ലാം ഗൂഗിളിലുണ്ട്. സൺഡോഗ് ടൂർസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ലിമിറ്റഡ് എന്നുള്ള ഗൂഗിളിൽ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ആ സൈറ്റ് ഓപ്പൺ ആയി വരും. അതിനകത്ത് അഡൾട്ട്സിൻ്റെ ടിക്കറ്റ് എന്ന് പറയുന്നത് 129, ചിൽഡ്രൻ 65. നമുക്ക് ഏത് പ്രായത്തിലുള്ള പിള്ളേർക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ തിരിച്ചുള്ള ആ റൈഡും കൂടി ചേർത്താണ്. അല്ലെങ്കിൽ ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഇപ്പം നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഡ്രൈവ് ചെയ്ത് തിരിച്ച് കൊണ്ടുവരാനുണ്ടെങ്കിൽ ട്രെയിനിൻ്റെ ടിക്കറ്റ് വളരെ ചീപ്പാണ്. അപ്പം സൺഡോഗിൻ്റെ ആ ഒരു ഇതാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് റേറ്റ് ഇത്രയും വരും. എന്നാലും അത് വർത്താണ്. നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ട് നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു ട്രിപ്പായിരുന്നു. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വയ റെയിൽ ട്രെയിൻ, അതുപോലെ തന്നെ നല്ല സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ് ചെയ്ത് പോവാം. പിന്നെ ഫ്രേസർ റിവർ, പിന്നെ മൂസ് ലേക്ക്, മൗണ്ട് റോബർട്ട്സൺ, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. പിന്നെ വാട്ടർഫോൾസ് ഉണ്ട്. ഇത് വിൻ്ററിലും ഈ ട്രിപ്പ് ഉണ്ട് കേട്ടോ. വിൻ്ററിൽ വേറൊരു എക്സ്പീരിയൻസ് ആണ്. എന്തായാലും 12 മണിക്ക് നമ്മൾ പോയാൽ നമ്മളെ 6 മണിക്ക് തിരിച്ച് പിക്ക് ചെയ്യും അവർ. 6 മണിക്കുള്ളിൽ നമ്മൾ ജാസ്പറിലെത്തും. അപ്പം ചിലപ്പം ട്രാഫിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും റോഡ് കൺസ്ട്രക്ഷനൊക്കെ ഉണ്ടെങ്കിൽ BC മൗണ്ടൻ ഒക്കെ ഉള്ള റൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 100% പറയാൻ പറ്റില്ല. ചിലപ്പോൾ 1-2 മണിക്കൂർ ലേറ്റ് ആയെന്നിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഏകദേശം ഒരു 2.5 മണിക്കൂറാണ്, 3 മണിക്കൂറോളാണ് ട്രിപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇവരുടെ തന്നെ സ്റ്റാഫ്, സൺഡോഗിന് സ്റ്റാഫ് അതിൻ്റെ ട്രെയിനിനുള്ളിലും ഉണ്ട്. അവർ വന്ന് നമ്മളോട് ഓരോ സ്ഥലങ്ങളിൽ, ഇപ്പം മൗണ്ട് റോബർട്ട്സൺ അതൊക്കെ വരുമ്പോൾ നമ്മളോട് വന്ന് പറയും. അതിനെക്കുറിച്ച് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതുപോലെ തന്നെ അതിനകത്ത് അവർ റേഡിയോയിൽ അവർ പറയുന്നുണ്ട്. പിന്നെ മൗണ്ട് റോബർട്ട്സൺ എന്ന് പറയുന്നത് ടോളസ്റ്റ് മൗണ്ടൻ ഇൻ ദ കനേഡിയൻ റോക്കീസ് ആണ്. ഏകദേശം 3954 മീറ്റർ, അതായത് 12970 ഫീറ്റ് ഉയരമുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന്. പിന്നെ ഫോട്ടോസൊക്കെ ആണെങ്കിലും നമുക്ക് ഇഷ്ടം പോലെ എടുക്കാൻ പറ്റും. പിന്നെ എന്താ പറയാൻ പറ്റുന്നത്, ജാസ്പർ നാഷണൽ പാർക്കിലൂടെ ഒക്കെ പോകാൻ പറ്റും. ജാസ്പർ അല്ല, BC നാഷണൽ പാർക്കിലൂടെ. പിന്നെ അങ്ങനെ നല്ല അടിപൊളി ഒരു ട്രിപ്പായിരുന്നു. ലക്ഷറി കോച്ച് ബസ്സിലാണ് തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോഴും നമ്മുടെ ഡ്രൈവർ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലാം അയാൾ നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ടായിരുന്നു. അപ്പം ശരിക്കും ഈ ട്രിപ്പ് ഒരു വർത്തായിരുന്നു. ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പം നിങ്ങളും കാനഡയിലൊരു ട്രെയിൻ ട്രിപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു ട്രെയിൻ ട്രിപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ട്രിപ്പ് നിങ്ങൾ നോക്കുക. അപ്പം നമുക്കിനി സൈറ്റ് സീയിങ് ഒക്കെ കണ്ട് കനേഡിയൻ റോക്കീസിലൂടെ പോവാം. അപ്പോൾ വരിക.
നമുക്ക് ഇറങ്ങാറായിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങാറാകുമ്പോൾ നമ്മളോട് അവർ വന്ന് പറയും വാഷ്റൂമിലൊക്കെ പോകേണ്ടവർ പോയിട്ട് വരാനായിട്ട്. കാരണം നമ്മൾ ഇറങ്ങുന്ന സ്ഥലം ഒരു ചെറിയ ടൗൺ ആയതുകൊണ്ട് തന്നെ അവിടെ അധികം വാഷ്റൂമോ അങ്ങനെയുള്ള ഫെസിലിറ്റീസൊക്കെ വളരെ കുറവാണ്. നിങ്ങൾക്ക് ഫുഡും ജ്യൂസും ചെറിയ സ്നാക്സും ജ്യൂസും ഒക്കെ മേടിക്കുന്ന ഒരു ചെറിയ കടയുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് അവർ നമ്മളോട് പറയും സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്ന് ഇറങ്ങാനായിട്ട്. എന്തെങ്കിലും ലോസ്റ്റ് ആയാലും അവരതിന് ഒട്ടും ഒന്നും ചെയ്തു തരത്തില്ല. അപ്പം നമ്മൾ ഇറങ്ങിക്കഴിയുമ്പം നമ്മളെ കാത്ത് നമ്മുടെ ബസ് ഡ്രൈവർ ഉണ്ടായിരിക്കും. അപ്പം പെട്ടെന്ന് നമുക്ക് പോകണമെന്നൊന്നുമില്ല. ആ ഒരു ടൗൺ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ജനസംഖ്യയുള്ളൊരു ചെറിയ ഇതാണ്. അപ്പം അവിടെ ഒരു ചെറിയൊരു മ്യൂസിയം ഉണ്ട്. ഡങ്സ്റ്ററിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ അവിടെ ഒരു ചെറിയ മ്യൂസിയം ഉണ്ട്. അപ്പം ഞങ്ങളെ കാത്ത് ഡ്രൈവർ ഉണ്ടായിരുന്നു. പിന്നെ ട്രെയിൻ സ്റ്റേഷൻ എന്ന് പറയാനും മാത്രം ഒന്നുമില്ല. പിന്നെ ഉള്ളതൊരു കടയാണ്. അപ്പോൾ ഈ മ്യൂസിയത്തിലും കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് നമുക്ക് വാങ്ങാനൊക്കെ പറ്റും കേട്ടോ. അവരതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് ടാഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മ്യൂസിയം. ഒരു ചെറിയ മ്യൂസിയമാണ്. അവരുടെ ആ ഒരു കൾച്ചറും ആ പഴയ സാധനങ്ങളും അതുപോലെ തന്നെ കുറേ ഫോട്ടോസ്, എന്തായാലും രസമാണത്. കുഞ്ഞിതാണെങ്കിലും നമുക്ക് അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മിഷനറികൾ, പിന്നെ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ ഞങ്ങൾ 2-3 ഫോട്ടോസൊക്കെ എടുത്ത് അവിടുന്ന് പോന്നു. പിന്നെ ഇതിൻ്റെ മുമ്പിലായിട്ടൊരു കടയുണ്ട്. അതായത് പോസ്റ്റ് ഓഫീസും അത് ഒരു കടയും കൂടി ചേർന്ന്. അപ്പോൾ അവിടെയാണെങ്കിലും ചെറിയ കടയാണെങ്കിലും അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. വെജിറ്റബിൾസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, സ്നാക്സ് ഉണ്ട്, പിന്നെ ക്യാൻഡീസ്, ചോക്ലേറ്റ്, അതുപോലെ തന്നെ ഡ്രിങ്ക്സ് ഉണ്ട്. പിന്നെ പിള്ളേർക്ക് കളിക്കാൻ ചെറിയ ടോയ് എല്ലാം ഒരു ചെറിയ കടയായതുകൊണ്ട് അവരതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ ആ ടൗണിലുള്ള ആൾക്കാരെല്ലാം സാധനങ്ങളെല്ലാം അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് അവിടുന്ന് വന്നിട്ടാണ്, ഗ്രോസറിയൊക്കെ. അപ്പോൾ അത് പോസ്റ്റ് ഓഫീസും കടയും കൂടി ചേർന്നാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ജാസ്പറിലേക്ക് തിരിച്ചു പോകാൻ പോകുന്ന ബസ്. പിന്നെ പിള്ളേർക്ക് കളിക്കാനൊരു ചെറിയൊരു പാർക്കും അതൊക്കെ ഉണ്ട്. ഒത്തിരി വലുതൊന്നുമല്ല, വളരെ ചെറുതാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബസ്സിൽ കയറി അവിടെ എല്ലാം ഒന്ന് കറങ്ങിയ ശേഷം പോകുന്ന വഴിക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും ടൗണിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തരും നമ്മുടെ ഡ്രൈവർ. അതുപോലെ തന്നെ 2-3 സ്ഥലത്ത് അവിടെ നിർത്തുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തിരുന്ന് കഴിക്കാവുന്നതാണ്. ഞങ്ങൾ ആദ്യം നിർത്തിയത് ഒരു കിഡ്സിൻ്റെ ഒരു ചെറിയ പാർക്കിലായിരുന്നു. അപ്പം അവിടെ വേണമെങ്കിൽ നമുക്ക് പിള്ളേർക്ക് കളിക്കാനൊക്കെ പറ്റും. പിന്നെ വാഷ്റൂമിൽ പോകേണ്ടവർക്ക് വാഷ്റൂമിൽ പോകാം. പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് മൗണ്ട് റോബർട്ട്സൺ എന്ന് പറയുന്ന ഒരു മൗണ്ടനിലാണ്. പിന്നെ ഫ്രേസർ റിവർ കാണിച്ചു തന്നു. അപ്പോൾ തിരിച്ചുള്ള ട്രിപ്പും ഒട്ടും ബോറിംഗ് അല്ല കേട്ടോ. നല്ല സൈറ്റ് സീയിങ് എല്ലാം കണ്ട് നമുക്ക് എൻജോയ് ചെയ്ത് തന്നെ പോരാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് തിരിച്ച് ജാസ്പറിൽ എത്തുന്ന പോലെ തോന്നും. സൂക്ഷിച്ച് നോക്കി റോഡിൽ നോക്കിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആനിമൽസിനെയും കാണാൻ പറ്റും. ഞങ്ങൾ ബെയറിനെയും അതുപോലെ തന്നെ 2-3 അനിമൽസിനെയും കണ്ടിരുന്നു. അതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം പെട്ടെന്ന് നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് എടുക്കാനൊന്നും പറ്റിയില്ല.
അപ്പോൾ ഇതാണ് നമ്മുടെ മൗണ്ട് റോബർട്ട്സൺ. നമുക്ക് ഒരു വർഷം 3-4 തവണ മാത്രമാണ് ഈ മൗണ്ടൻ ഫുള്ളായിട്ട് കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫുൾ ഇതുപോലെ ക്ലൗഡ്സ് ആയിരിക്കും. അപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൗണ്ടൻ ആയിരുന്നു. അപ്പം നമുക്ക് അവിടെ ഇറങ്ങി വാഷ്റൂമിലൊക്കെ പോകാൻ സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഒരു 20 to 30 മിനിറ്റ്സ് ടൈം നമുക്കവിടെ തരും. അപ്പോൾ ആ സമയത്തിനുള്ളിൽ എല്ലാവരും പോയിട്ട് നമുക്ക് തിരിച്ചു വരണം. പിന്നെ ഈ സൺഡോഗുകാർ തന്നെ ഇപ്പം നമ്മൾ ജാസ്പറിലുള്ള ഹോട്ടലുകളിൽ താമസിക്കുമ്പോൾ അവിടുത്തെ അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ അവർ വന്ന് പിക്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ജാസ്പറിൽ എത്തുമ്പോൾ അവർ തന്നെ നമ്മളെ ഹോട്ടലിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ഓഫും ചെയ്യും. ഇനി നമ്മളന്ന് റൂം വെക്കേറ്റ് ചെയ്തിറങ്ങുന്നവരാണെങ്കിൽ നമുക്ക് വണ്ടി നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്ത ശേഷം നമ്മളെ അവിടെ ഡൗൺ ടൗണിൽ സ്റ്റേഷനിൽ തന്നെ കൊണ്ടുവന്ന് അവിടെ ഇറക്കുകയും ചെയ്യും. നമുക്ക് എവിടെ ഇറങ്ങണ്ടേന്നുള്ളത് അവരോട് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതാണ് മൗണ്ട് റോബർട്ട്സൺ പ്രൊഫഷണൽ പാർക്ക്. കുറച്ച് നേരം അവിടെ ചുറ്റിക്കറങ്ങിയ ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചു പോന്നു. ഈ ഡ്രൈവ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്ന സെയിം വ്യൂ അല്ല കേട്ടോ, കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. എന്തായാലും നേച്ചർ ലവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഈ ഒരു ട്രിപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പം ഞങ്ങൾ വണ്ടി ഡൗൺ ടൗണിൽ പാർക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഡൗൺ ടൗണിൽ ഇറങ്ങി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.